മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. നമുക്ക് എങ്ങനെയാണ് ഇത് വീട്ടിൽ തയ്യാറാക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. കുട്ടികളും മുതിർന്നവരും എല്ലാവർക്കും ഇത് ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ്. പെട്ടെന്ന് നമുക്കിത് കൂടുതൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വലിയ സൈസായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്, നമുക്കത് കുറച്ച് നീളത്തിലുള്ള പീസുകളായിട്ട് കിട്ടും. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ചെറുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാതിരി ആ നീളൻ സൈസിലാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ അതിൻ്റെ തൊലി ചെത്തിക്കളയാം. തൊലി ചെത്തുമ്പോൾ നമ്മൾ വല്ലാതെ അടിയിൽ കൂടെ ചെത്തിയെടുക്കണ്ട, കുറച്ച് മുകളിലായിട്ട് നമുക്ക് ചെത്തിക്കളഞ്ഞാലും മതി. ഇനി അതിൻ്റെ 2 സൈഡും നമുക്കിതൊന്ന് സൈസാക്കാൻ വേണ്ടിയിട്ട് ചെത്തിക്കളയാം. വല്ലാതെ ഞാനത് 2 സൈഡും കളഞ്ഞിട്ടില്ല. പിന്നീട് നമ്മളത് നടു മുറിച്ചെടുത്ത് കുറച്ച് കട്ടി വേണം, തീരെ കനം കുറഞ്ഞിട്ട് കട്ട് ചെയ്യരുത്. കുറച്ച് കട്ടിയിൽ തന്നെ നമുക്കിത് മുറിച്ചെടുക്കണം. ഇതുപോലെയാണ് ഞാൻ ചെയ്യണത്. ഇനി ഈ സൈസിൽ വേണമെങ്കിലും എടുക്കാം, ഇതുപോലെ വേണമെങ്കിലും എടുക്കാം. ഞാനത് നീളൻ സൈസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒരുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മൂപ്പിച്ചെടുക്കുമ്പോൾ ഒരുപോലെ മൂത്ത് കിട്ടും. അല്ലെങ്കിൽ നമുക്കത് എണ്ണയിൽ നിന്ന് നമ്മൾ ആദ്യം മൂത്തത് കോരിയെടുത്താലും കുഴപ്പമൊന്നുമില്ല, നമുക്കത് എണ്ണയിൽ മൂത്ത് കിടക്കുന്ന കാണാമല്ലോ. അതുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. ഇനി ഇതൊന്നും കൂടിയൊക്കെ വക്കൊക്കെ മുറിച്ച് സൈസാക്കണമെങ്കിൽ ആക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. നമുക്ക് ഇത് മൂത്ത് കിട്ടാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. ഈ പൊട്ടാറ്റോ ഞാൻ ഒരുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ സൈസിലൊന്നും നമുക്ക് കിട്ടില്ലെങ്കിലും ഒരു വിധമൊക്കെ നമുക്ക് ഒരുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് പച്ചവെള്ളത്തിലേക്ക് അത് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കുറച്ചൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരു 3 പ്രാവശ്യം ഞാനത് നന്നായി പച്ചവെള്ളത്തിൽ വാഷ് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ സ്റ്റാർച്ച് പോയി കിട്ടണം. കണ്ടില്ല, ഇതുപോലെ ഈ വെള്ളത്തിൽ കണ്ടില്ല ഒരു കളർ ചേഞ്ച് വൈറ്റ് കളറിൽ വരുന്നത്, അത് മൊത്തമായിട്ട് നമ്മളിങ്ങനെ കഴുകി കൈ വെച്ചിട്ട് കഴുകി കളയണം. ഞാനൊരു 3 പ്രാവശ്യം അത് കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളത് കളഞ്ഞെടുക്കുക. പിന്നീട് നമുക്കത് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. കൂടുതലത് നമ്മൾ മെഴുക്ക് പുരട്ടിക്കൊക്കെ വേവിക്കുന്ന പോലെ ഒട്ടും വേവരുത്. ചെറിയ തോതിലൊന്ന് വേവിച്ചെടുത്താൽ മതി. അതായത് ഒരു 5 മിനിറ്റോളം നമ്മൾ നോക്കി വേണം നമ്മളിത് ചെയ്യാൻ. കൂടുതൽ വെന്തുടഞ്ഞു പോയാൽ നമുക്കത് വറുത്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഒരു പുറം ഭാഗം ഒന്ന് വെന്ത് കിട്ടിയാൽ നമുക്കത് കോരി മാറ്റാം. ഒന്ന് ഇളക്കി കൊടുത്താൽ ഒരുപോലെ വെന്ത് കിട്ടും. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കിട്ടുക, പുറത്ത് മാത്രമാണ് ആ മുറുമുറുപ്പായിട്ട് വരുള്ളൂ. ഇത്രയും മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ എല്ലാം ഇതുപോലെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ടവലിൽ വെച്ചിട്ട് നന്നായി അതിൻ്റെ ജലാംശം ഒപ്പിക്കളയണം. ഞാൻ ചെറിയ തോർത്താണ്, കോട്ടൺ തോർത്താണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി ഭാഗത്ത് നമ്മളിതിട്ടു, ബാക്കി പകുതി ഭാഗം കൊണ്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് അതിൻ്റെ വെള്ളമയമൊക്കെ ഒപ്പിക്കളയാം. എന്നിട്ട് നമുക്കിതിലത്തെ വെള്ളം പോയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്നും കൂടി നമുക്കതിൻ്റെ വെള്ളം കളഞ്ഞെടുക്കാം. അല്ലെങ്കിൽ നമ്മളിത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് പൊട്ടി തെറിക്കും. അതുകൊണ്ട് ഈ വെള്ളമയം ശരിക്കും ഇതിൽ നിന്ന് മാറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഒരു ടിഷ്യൂ വെച്ചിട്ടും കൂടി ഇത് വെള്ളം കളഞ്ഞെടുക്കുകയാണ്. പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ അമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ സൈസൊക്കെ വ്യത്യാസം വരും. അതുകൊണ്ട് ഇതുപോലെ പതുക്കെ അമർത്തി അതിൻ്റെ വെള്ളം കളയാം. പിന്നീട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ കുറച്ച് 2 പാത്രങ്ങളിലായിട്ട് ഇത് പരത്തിയിടുകയാണ്. ഇനി ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ മീതെയായിട്ട് കുടഞ്ഞിട്ട് കൊടുക്കാം. നമുക്ക് സ്പൂൺ കൊണ്ട് കുടയുന്ന സമയത്ത് അത് കൂടുതൽ ചാടുമെന്ന് വിചാരിച്ചിട്ട് ഞാനിതുപോലെ ഒരു അരിപ്പയിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ കൊട്ടി കൊടുക്കുകയാണ് ചെയ്യണം. അപ്പോൾ ഒരുപോലെ എല്ലാ ഭാഗത്തും സ്പ്രെഡായിട്ട് കിട്ടും. ഇതുപോലെ ചെയ്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ മാത്രം മതിയാവും, കൂടുതലാവരുത്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ അതൊന്ന് ഒരുപോലെ എല്ലാ ഭാഗത്തേക്കും
ആക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ അരിപ്പൊടിയും കൂടി ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ കോൺഫ്ലവർ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് മതി. എന്നാലും നല്ല മുറുമുറുപ്പായിട്ട് നമുക്കിത് ക്രിസ്പി ആയിട്ട് കിട്ടും വറുത്തെടുക്കുമ്പോൾ. ഇനി നമുക്ക് എണ്ണ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നല്ല തിളച്ച് പോകേണ്ട ആവശ്യമില്ല എണ്ണ. ഒരു ചെറിയ തോതിലൊന്ന് ചൂടാവുന്ന സമയത്ത് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഒരു 3 മിനിറ്റ് നേരം, കൂടുതൽ ടൈം ഇടരുത്, ഒന്ന് വറുത്തെടുക്കാം. ആദ്യം 2 തവണയായിട്ടാണ് നമ്മളിത് വറുത്തെടുക്കണം, എന്നാലാണ് അത് ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ഇതുപോലെ ഒന്ന് വറുത്ത് മാറ്റാം. ഒരു 10 മിനിറ്റ് നമ്മളിത് ഈ കോൺഫ്ലവർ ഇട്ട ശേഷം മാറ്റി വെക്കണം. ഫ്രീസറിലൊന്നും ഇത് വെക്കേണ്ട ആവശ്യമില്ല. അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു 10 മിനിറ്റ് നേരമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് അപ്പോൾ ഇതുപോലെ ചെറിയ ചൂടിൽ എണ്ണയിൽ അത് ഒന്ന് വറുത്ത് കോരിയെടുക്കുന്നത്. ഇത്രയും മതി. നമ്മൾ പകുതി വറുത്തിട്ടേ ഉള്ളൂ. ഇനി മുഴുവനായിട്ട് നമ്മളിത് വറുത്തെടുക്കുന്നത് 2ാമത്തെ പ്രാവശ്യമാണ്. നമ്മളെടുത്തത് മൊത്തമായിട്ട് ഇതുപോലെ വറുത്തെടുക്കാം. ഞാനിതിങ്ങനെ 3 പ്രാവശ്യമായിട്ടാണ് ഈ എണ്ണയിൽ വറുത്തെടുത്തത്. നമ്മൾ കൂടുതൽ എണ്ണ ആയിട്ട് ഇടരുത്. കുറച്ചായിട്ട് നമുക്ക് എണ്ണയിൽ മുഴുവനായിട്ടും കടന്നിട്ട് വേണം അതുപോലെ ആക്കിയെടുക്കാൻ. ഇനി ഇതൊന്ന് ചൂടാറണ വരെ നമുക്കൊന്ന് പരത്തിയിടാം. നന്നായി തണുത്ത ശേഷം വേണം ഇത് 2ാമത് വറുത്ത് കൊടുക്കാൻ. ആദ്യത്തെ ഈ പീസ് കണ്ടില്ലേ, വല്ലാതെ ബലമായിട്ടൊന്നുമില്ല. ഇനി എണ്ണ അടുപ്പത്ത് വെച്ച് അതേ എണ്ണ തന്നെ മതി. അത് നന്നായിട്ട് തിളച്ച പോലെ ആവണം എണ്ണ. എന്നിട്ട് നമ്മൾ കുറച്ച് പീസ് ആദ്യം ഇട്ട് കൊടുത്താൽ അത്രയും ഇടരുത്. കുറച്ചായിട്ട് ഇത് വേണം വറുത്തെടുക്കാൻ. ഒന്നിങ്ങനെ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂണ് വെച്ചിട്ടോ ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ചിടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് പൊരിഞ്ഞ് കിട്ടും. ഇതുപോലെ വേണം ചെയ്യാൻ. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു അരിപ്പച്ചട്ടുകം കൊണ്ട് മാറ്റിയെടുക്കാം. എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്കത് ശബ്ദ വ്യത്യാസത്തിൽ കിട്ടും. അത് മൂത്ത് വരുമ്പോൾ അപ്പോഴേ നമുക്കറിയാം അതിൻ്റെ പാകം. ഇതുപോലെ മതി. വല്ലാതെ ബ്രൗൺ കളറാവേണ്ട ആവശ്യമില്ല. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് നമുക്കത് മാറ്റിയെടുക്കാം. നന്നായിട്ട് ചൂടുള്ള എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ വേണമെങ്കിൽ അതൊരു മീഡിയം ഫ്ലെയിമിൽ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇത്ര പ്രയാസമേ ഉള്ളൂ നമുക്കിത് വറുത്തെടുക്കാൻ. ഇതുപോലെ ഞാൻ എല്ലാം ആദ്യം വറുത്ത് വെച്ചിരുന്നത് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ തയ്യാറായി. കണ്ടോ, നല്ല ബലമായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മീതെയായിട്ട് കുറച്ച് ചാട്ട് മസാല ഞാൻ വെതറി കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. ഈ ചാട്ട് മസാല യാതൊരു നിർബന്ധവും ഇല്ല. മുളക് പൊടി വേണമെങ്കിൽ അതും ചെയ്യാം. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നീട് നമ്മൾ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് പൊടി വേണ്ടത്ര ഉപ്പ് പാകത്തിന് നമുക്ക് ചേർത്ത് കൈ വെച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ തയ്യാറായി. നമ്മൾ കൂടുതൽ വേണമെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ എണ്ണയൊക്കെ കൂട്ടിയെടുത്താൽ മതി. ഇനി നമ്മളിത് സോസ് കൂട്ടിയിട്ടാണ് കഴിക്കണത്. ഞാൻ ടൊമാറ്റോ സോസാണ് ഇതിന് ഉപയോഗിച്ചത്. ഒരു പീസ് നമ്മൾ എടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അതുകൊണ്ടോ നല്ല ബലമായിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ല. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ട് കിട്ടും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.